PC ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ PSCയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ PSCയുടെ ഇഷ്ട ചോദ്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ പുതിയ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം 1978 നിലവിൽ വന്നത്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ വരയാട്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, PSCയുടെ ഉത്തരസൂചിക പ്രകാരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണത്. എന്നാൽ ശരിയായ ഉത്തരം പെരിയാറാണ്. പെരിയാറിൻ്റെ വിസ്തീർണം 350 ചതുരശ്ര കിലോമീറ്റർ. എന്നാൽ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വിസ്തീർണം 97 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. അവർണർക്കും വേദം പഠിക്കാമെന്നു സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പത്മന. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. പുലയരാജ എന്നറിയപ്പെട്ടത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളി. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. വാഗ്ഭടാനന്ദൻ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രം തത്വപ്രകാശിക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പൻ. NSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് K. കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ K. കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK. ഗോപാലൻ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് AK. ഗോപാലൻ. ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. സ്റ്റുഡൻസ് പോലീസ് കേഡൻ പ്ലാൻ ആരംഭിച്ചത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജായ ബാലുശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ പുഴ. വാസ്കോഡ ഗാമ 1498 കപ്പലിറങ്ങിയ കാപ്പാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം.